ഹായ് ഓൾ. അപ്പോൾ ദാ ഇന്ന് മോനും നോമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആർക്ക് ഞാൻ നോമ്പ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ അങ്ങനെ ഞാൻ സമ്മതിച്ചു കൊടുത്താണ് കേട്ടോ. രാവിലെ തന്നെ അത്താഴമൊക്കെ എണീറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഒരു ഗ്ലാസ് പാലാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവനക്ക്. വിളിക്കാനായിട്ട് കുറച്ച് പാടുപെട്ട്, എന്നാലും ഒന്നും കഴിക്കാതെ കിടത്താനും പറ്റില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് അവൻ ഉറങ്ങി. പിന്നെ രാവിലെ എണീറ്റ് നമുക്കൊന്ന് ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോകാനുണ്ടായി കേട്ടോ. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഇതിപ്പം വൈകുന്നേരത്തെ നോമ്പ് തുറൻ്റെ നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അന്ന് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ജ്യൂസായിട്ട് ക്യാരറ്റ് പാലൊഴിച്ചിട്ട് ജ്യൂസാക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അവനക്ക് അത് മതി എന്ന് പറഞ്ഞു മോൻ. ക്യാരറ്റ് ഞാൻ നേരത്തെ തന്നെ വേവിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായി കേട്ടോ. വേവിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കഷ്ണം ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ ജ്യൂസിന്. നമ്മൾ വേറെ എക്സ്ട്രാ ഫ്ലേവറിനായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു ക്യാരറ്റിൻ്റെ കുത്ത് വരണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ആഡ് ചെയ്തതാണ് കേട്ടോ. അത് കുറച്ച് നട്ട്സൊക്കെ ചേർത്തിട്ട് പിന്നെ പാലും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് മിക്സാക്കി അടിച്ചെടുക്കുന്നതാണ് കേട്ടോ. അത്ര ലൂസാക്കുന്നില്ല, കുറച്ചൊന്ന് ടൈറ്റിലാണ് കേട്ടോ ഞാൻ ജ്യൂസ് അടിച്ചെടുക്കുന്നത്. വല്ലാതെ ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇനി ബാക്കിയായാലോ എന്നുള്ളതിലാണ് കേട്ടോ ഞാൻ അധികം അങ്ങോട്ട് ലൂസാക്കാത്തത്. ഇന്നിപ്പം വേറെ കാര്യമായിട്ടുള്ള സ്പെഷ്യലൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. ഇനി മുന്നത്തെ ദിവസം മോന് ഒരു ദിവസം കൂടെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് അവന് ഫുള്ളാക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. സ്കൂളിൽ പോയ സമയത്താണ് ആകെ വയ്യാണ്ടായിട്ട് പിന്നെ ഒരു 3 മണിയായ സമയത്ത് നോമ്പ് മുറിക്കാൻ കേട്ടോ ചെയ്തത്. അപ്പം അന്ന് ഞാൻ അവന് നോമ്പുണ്ട് എന്ന് കരുതി നെയ്ച്ചോറൊക്കെ ആക്കി വെച്ച്, പക്ഷെ അവന് നോമ്പുണ്ടായില്ല. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ ആക്കി വെച്ചില്ല. ഇനിയിപ്പം ഇന്നും അവന് നോമ്പ് മുറിക്കുകയാണെങ്കിലും എന്ന് കരുതിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ അടിച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്കൊന്ന് ചോറും വെറും നോർമലായിട്ടുള്ള കറികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായി. ഫ്രിഡ്ജിൽ മീനിരിപ്പുണ്ടായി. അപ്പോൾ അതൊക്കെ മസാല വെച്ച് പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അവനക്കത് മതിയാവും. പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞൊരു ജ്യൂസും സമൂസയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വയ്യാണ്ടാവുമല്ലോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോമ്പ് തുറക്കണേന് ഒരു 5 മിനിറ്റ് മുമ്പുള്ള കാര്യങ്ങളാണ് കേട്ടോ. സമയമാകുന്നില്ലല്ലോ മീന്ന് പറഞ്ഞിട്ട് ആദ്യം കുറേ നേരം ദേഷ്യപ്പെട്ട് പിന്നെ കരച്ചിലായി. പിന്നെ അവസാനം മടിയിൽ വന്ന് കിടന്ന് അപ്പം ബാങ്ക് കേട്ടിട്ടുണ്ടായി കേട്ടോ. പിന്നെ ബാങ്ക് കേട്ട് ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആളുടെ ദാഹവും വിശപ്പൊക്കെ മാറി. പിന്നെ അവനങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് കുറച്ച് ചോറ് കഴിപ്പിച്ചാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയുണ്ട് നോമ്പ് തുറക്കുന്ന എന്തായിരുന്നു ഫുഡ്? കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കിടക്കാൻ നേരമായ സമയത്ത് മോൻ എൻ്റെ അടുത്ത് പറയുവാണ്, ഉമ്മി ഞാൻ നാളെയും കൂടെ നോമ്പ് പിടിക്കേണ്ട കേട്ടാന്നിട്ട്. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, നീ സ്കൂളില്ലാത്ത ദിവസം പിടിക്കേണ്ട, സ്കൂളുള്ള ദിവസം പിടിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്കിവിടെ കണ്ണും ചോറും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ ചീത്ത പറയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് നോമ്പ് പിടിക്കണമെന്ന് പറഞ്ഞ് ഇപ്പം നീയത്തൊക്കെ വെച്ചിട്ടാണ് കിടന്നേക്കുന്നത്. ഇനി നാളത്തേക്ക് എന്താകുന്നൊന്നും അറിയില്ല. അങ്ങനെ ഞാനും പിന്നെ പിടിക്കണ്ടെന്ന് അങ്ങനെ നിർബന്ധിച്ചൊന്നും പറഞ്ഞില്ല. അവന് ഇഷ്ടമുണ്ടെങ്കിൽ അവൻ പിടിച്ചോട്ടെ എന്നുള്ള മൈൻഡിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.